മട്ടനാ ഞാൻ നല്ല നല്ല മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ മട്ടന്റെ വില എന്താ അറിയാ? അങ്ങോട്ട് പോകാണ്ടിരിക്കുന്നതാണ് കേട്ടോ. ആ ഞാൻ നല്ല ആളോടാ പറഞ്ഞത്. അതിനേ നമ്മൾക്ക് എന്താ ഇഷ്ടം ഭക്ഷണം അത് വാങ്ങിച്ച് കഴിക്കുക വേണ്ടത്. രണ്ട് വില കൂടുതലാണ് എന്നൊന്നും പറഞ്ഞിട്ട് നോക്കിയിരിക്കണ്ട. അത് നിങ്ങൾക്ക് പോകാൻ വൈകാൻ വേണ്ട, ജാനകി വരട്ടെ, ഞാൻ അവളെ പറഞ്ഞേക്കും. അവൾ ഓട്ടോറിക്ഷ പിടിച്ച് പോയിട്ട് അത് ഓട്ടോറിക്ഷ തന്നെ തിരിച്ച് വാങ്ങിട്ട് വന്നോട്ടെ. നിനക്കെന്താ വല്ല വട്ടും ഉണ്ട്? ഓട്ടോ കൊടുത്ത് ജാനകി അയക്കണ്ടേ? നിനക്ക് അത്ര നിർബന്ധമാണ്. എനിക്ക് നാളെ വാങ്ങിച്ചതാ. ആ എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ ജോലി റിട്ടയർഡ് ആയപ്പോ അതും കുറച്ചു. എന്താ മോള് വിളിക്കുന്നല്ലോ. ഹലോ. ആ മോളെ, പിന്നെ നീ എപ്പോഴും മരുന്ന് കുടിക്കാൻ വരുന്നത്? ഇത് കർക്കിടക മാസം എന്നൊക്കെ എത്രയാ? 8, 9 ആയില്ലേ? മരുന്ന് കുടിക്കണ്ടേ? മരുന്നെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആ അങ്ങോട്ട് കൊണ്ടുവരാനാ? അതന്നെ, ഇത്രയും തിരക്കായില്ലേ? ഇവിടെ വന്ന് 10 ദിവസം വന്ന് ഇരുന്നിട്ട് മരുന്ന് കുടിച്ചിട്ടും റെസ്റ്റ് എടുത്തിട്ട് പോയിക്കൂടെ എനിക്ക്? ആ ശരി, എന്നാ അച്ഛൻ്റെ കൊടുത്തു വിടാം. അല്ലെങ്കിൽ ഞാനും അച്ഛനും കൂടെ ഒന്ന് വേഗം വരാം. ശരി, ആ ആയിക്കോട്ടെ, ശരി. എന്താ പറഞ്ഞു? മോള് വരുന്നില്ല പറഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ആ മരുന്ന് പാക്കാൻ ആക്ക്. ഞാൻ കൊണ്ട് കൊടുത്തത് കർക്കിടക മാസം കഴിയുമ്പോഴേക്കും മരുന്ന് കൊടുക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനോ? എനിക്ക് കുട്ടികളെ കാണണം, ഞാനും വരുന്നുണ്ട്. നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം. നീയൊന്നും വരണ്ട. നിന്റെ പുറപ്പാടും കാര്യങ്ങൾ കഴിയുമ്പോൾ കർക്കിടക മാസം കഴിയും. എനിക്ക് മോളോട് ഒരു സ്നേഹമില്ല, നിങ്ങൾക്ക് മാത്രം സ്നേഹമുള്ളൂ മോളോട്. എങ്ങോട്ട് പോകുമ്പോഴും വരണ്ട. എനിക്കൊന്ന് കുട്ടിനെ കാണാൻ പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് വരും, ഞാൻ ആക്കി തരാം. എന്താ ഞാൻ ഓടുന്നത്? ആ ഏട്ടാ, ഞാൻ കുറച്ച് സമയം വൈകി. ചേച്ചി വഴക്ക് പറയാന്തോ, അതാ ഞാൻ ഓടുന്നത്. എന്താ ജാനകി, നിന്റെ മോൾക്ക് പിന്നെ സുഖമുണ്ടായ? ഇന്നലെ രാത്രി കൂടുതലായി. ഞാൻ പുലർച്ചെ കിണച്ച് തിരുവങ്കൂർ ആശുപത്രി പോയതാ. പിന്നെ കുറെ സമയം വയ്യാണ്ട് അവൾ അവിടെ തന്നെ കിടന്നു. പിന്നെ പതുക്കെ ഇങ്ങോട്ട് വന്നതാ. അവിടെ എത്തുമ്പോഴേക്ക് സമയം വൈകിപ്പോയി. പിന്നെന്ത് ആ കുട്ടിനായിട്ട് പണിക്ക് വന്നത്? നിനക്ക് ലീവ് എടുത്തോടെ? അത് സാരമില്ല ഏട്ടാ. കഴിഞ്ഞ മാസം തന്നെ 5-8 ദിവസം ഞാൻ ലീവ് എടുത്തിരിക്കുക. പിന്നെയും ലീവ് എടുത്തു കഴിഞ്ഞാൽ മാസം ശമ്പളം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ മരുന്ന് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വീട്ടിലൊരു കുട്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്നാ പോട്ടെ. നീ പേടിക്കണ്ട, നിന്റെ ശമ്പളമൊന്നും പേടിക്കില്ല. ഞാൻ എൻ്റെ മോൾക്ക് മരുന്ന് കൊടുക്കാൻ പോവാ. ശരി. ജാനകി, നീ എന്താ എത്ര നേരം? അച്ചേച്ചി, മോൾക്ക് സുഖമില്ലായിരുന്നു. ഞാൻ രാവിലെ തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാ. അതാ സമയം വൈകിയത്. സമയം എത്രയായിന്ന് പറഞ്ഞട്ടാ? സമയം 11:30 നീ ഏത് വീട്ടിൽ ഈ സമയത്ത് പണിക്ക് വന്ന് എനിക്ക് പണി കിട്ടുക? ഇല്ല, ഞാൻ നാളെ നേരത്തെ വരാം. ഞാനായതുകൊണ്ട് ശരി. വേറെ ചില വീട്ടിലാണെങ്കിലേ നീ വന്ന വഴിക്ക് തന്നെ പൊയ്ക്കോ പറയോ. ഓ അടുക്കളയിൽ പോയി വല്ല പണിയും ചെയ്യേ. വര സമയം കണ്ടാ തീർന്നു. ഈ മാസം 5-8 ദിവസം പണിക്ക് വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാ. ഇപ്പൊ എന്നിട്ട് ഇത്രയും സമയം വൈകിട്ട് വരുന്നു. അവൾക്ക് എന്തായാലും അറിയാം എത്ര വൈകി പോലും ഇവിടെ പണി കിട്ടുന്നുള്ളത്. ആ ഉറപ്പിലാണ് ഇപ്പോൾ അവളിങ്ങനെ കളിക്കുന്നത്. മര്യാദക്ക് ഒരാള് കിട്ടി അവളിങ്ങോട്ട് വേണ്ട വെക്കണം. ഭഗവാനെ, എന്റെ മോൾക്കൊരു വിഷമം ഇല്ലാതിരിക്കണേ ഈശ്വരാ. മോളെ, മരുന്ന് കഴിക്കണേ. ആ ചെറിയ ഗുളിക. ഇതിൽ പച്ചവെള്ളം കുടിക്കണ്ട കേട്ടോ. ചൂടുവെള്ളം കുടിച്ചാൽ മതി. ആ ബോട്ടിലാക്കി അമ്മയോട് വെച്ചിട്ടുണ്ട്. മോൾ തണുത്ത ഒന്നും കഴിക്കരുതേ. ഇല്ലല്ല, അമ്മന് വഴക്കൊന്നും പറഞ്ഞില്ല. അല്ല ആ ശരി, എന്നാ ശരി ശരി. ചേച്ചി വരും. ശരി മോളെ, ഞാൻ കാണാണ്ട് പതുക്കെ വിളിച്ചതാ. ശരി. അല്ലെങ്കിൽ നേരം വൈകിട്ട് വന്ന് ഇനി ഫോൺ ചെയ്തും കൂടി കണ്ടു കഴിഞ്ഞാൽ
ആയിക്കോട്ടെ, എന്തായാലും വരാട്ടോ. ഞാൻ വരാൻ നോക്കാം. ശരി എന്നാ ശരി. നാലമ്പല യാത്ര കർക്കിടക മാസം നല്ലതല്ലേ? അതിന് എന്നെ വിടണ്ടേ ഇവിടുന്ന്? ആ ചേച്ചി, ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി കഴിച്ചോളൂ. ഞാൻ മേലെ ഒന്ന് അടിച്ചു തുടച്ചിട്ട് വരാം. ഓ, ചോറും കറിയൊക്കെ ഞാൻ എടുത്ത് കഴിക്കാം. നീ ഉച്ച നേരത്താണ് അടിച്ചു തുടയ്ക്കുന്നത്. കുറച്ച് നേരത്തെ കാലത്ത് വരാൻ നോക്ക് കേട്ടാ. പിന്നെ നല്ല വൃത്തിക്ക് അടിച്ചു തുടക്കി. നീ സമയം വൈകി അവരെ എന്തെങ്കിലും കാണിച്ചിട്ട് പോകാൻ നോക്കണ്ട. ആ, ഞാൻ വൃത്തിക്ക് തുടയ്ക്കാം. തുരങ്കമുഖത്തെത്തി. എന്റെ മോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹലോ മോളെ, എന്ത് ചെയ്യാം? മരുന്ന് കഴിച്ചോ? ഇല്ലല്ലേ, വരാനായിട്ടില്ല. ഇല്ല, അമ്മ അടിച്ചു വരാം, തുടച്ചു കഴിഞ്ഞിട്ട് വരാം. ശരി. ആ, പുറത്തുനിന്ന് ഇറങ്ങണ്ടേ? ശരിട്ടോ മോളെ. ശരി ശരി. മോളെ കാര്യം ചെയ്യും, ചുടുവെള്ളം എടുത്ത് കുടിക്കും. ഇപ്പൊ വരാം. ചേച്ചി ചേച്ചി ചേച്ചി, എന്താ ചേച്ചി ചേച്ചി പറഞ്ഞ കത്തുന്നു? പക്ഷെ ചോറ് വെച്ചാൽ സമാധാനത്തിൽ കിടന്നതാ. എന്താ കാര്യം? ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ പോകട്ടെ. ചേച്ചി ഒരു 1000 രൂപ തരുമോ? 1000 രൂപയോ? നിങ്ങൾ തന്നു വെച്ചിട്ടുണ്ടോ? നീ മര്യാദ കൂടെ പണിക്ക് വരലുണ്ടോ? ഈ മാസം എത്ര ദിവസം ലീവാക്കിയില്ല? 5 ദിവസം ലീവാക്കിയില്ലേ? പിന്നെ ഇന്നാണ് ഈ വന്ന് ഉച്ചയ്ക്ക്. എന്നിട്ട് എവിടെ നീ പൈസ പൈസ പറയുന്നത്? എത്ര പ്രാവശ്യം 500 വാങ്ങിച്ചത്? കണക്ക് നോക്കി ഇങ്ങോട്ട് തരേണ്ടി വരും പൈസ. അത് മോൾക്ക് സുഖമില്ല, രാവിലെ ഡോക്ടറെ കാണിച്ചതാ. ഇവിടെ 1 രൂപയില്ല. നിന്റെ മോൾക്ക് സുഖമില്ലെങ്കിലേ ഗവൺമെന്റ് ആശുപത്രി ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. പോയി വാങ്ങിച്ചൂടെ? പോയിട്ട് മരുന്ന് പുറത്തേക്ക് എഴുതി തന്നിട്ട് വാങ്ങിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ആരോടും കടം വാങ്ങിക്കി? ഇവിടെ പൈസ ഇല്ല പറഞ്ഞ ഇല്ല. നീ പോകാൻ നോക്ക്, മനുഷ്യല്യം ചെയ്യാണ്ട്. ദൈവമേ, എന്റെ കുട്ടിക്ക് ഞാൻ മരുന്ന് വാങ്ങാൻ ആരോടെ പൈസ ചോദിക്കുന്നു? ഏട്ടൻ വന്നെങ്കിൽ തരുമായിരുന്നു. ഇത്ര നേരം കാണുന്നില്ല അവരെ. ഞാൻ പണിയെടുത്ത് പൈസ ഇവിടുന്ന് മുഴുവനും വാങ്ങിച്ചിട്ടില്ല. ഇനി എനിക്ക് തരാനുണ്ട്. അയ്യോ, എനിക്ക് തലവേദന സഹിക്കാൻ വയ്യേ. ഞാനും ഒന്ന് ഇത്ര നേരം പണിക്ക് വരാത്തത്. വന്നു കഴിഞ്ഞാൽ ചുക്ക് കാപ്പി വെച്ചെന്ന് മതി. അയ്യോ, എനിക്ക് ചുക്ക് കാപ്പി അർജന്റായി കിട്ടണം. നിങ്ങൾ എവിടെ പോയി? ആ ജാനുവിനെ ഒന്ന് വിളിക്കുക. അവളെന്താ ഇത്രയും നേരം വരാത്തത്? ദാഹിക്കാൻ പോയി ആ തലവേദന. ഈശ്വരാ, അയ്യോ. ഞാനിതെല്ലാം വിളിച്ചു നോക്കി. പോണെടുക്കുന്നില്ല. അവരുടെ മോൾക്ക് എന്താ സുഖമില്ല? അല്ല, നീ അവർക്ക് പൈസ കൊടുക്കുന്നേ? പൈസയാ? അതിനവൾക്ക് മര്യാദക്ക് ഈ മാസം പണിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങനെ പൈസ കൊടുക്കാനാ? എന്റെ അടുത്ത് 1000 ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. പണിക്ക് വരട്ടെ, എന്നിട്ട് കൊടുക്കാം. മോൾക്ക് സുഖമില്ല പറയുമ്പോഴെന്താ വാരില്ലാണോ? ചോദിക്കുമ്പോ പൈസ കൊടുക്കേ. നിങ്ങളിപ്പോ എങ്ങനെയുള്ള വരുത്തേക്ക്? എനിക്ക് വയ്യപ്പാ. ഒന്നും ചെയ്തിട്ടില്ല അടുക്കളയില്. രാവിലത്തെ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയ്യോ, എനിക്കൊരു മനസ്സാക്ഷിയുണ്ട്. അവരുടെ മോൾക്ക് സുഖമില്ല. പൈസ വെച്ച് ഞാൻ എന്റെ പൈസേനെ വേണ്ടി ഞാൻ പോയതന്നെ. ഇവിടെ പൈസ മുട്ടുണ്ടോ? നിങ്ങൾക്ക് എടുത്ത് കൊടുത്തതാ? ഞാനൊരു പൈസ കൊടുക്കാം നിങ്ങളുടെ ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്തിനാ അവളുടെ തങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്? എനിക്ക് വയ്യപ്പോ. എനിക്ക് വിശന്നിട്ടാണ് ഈ കുടല് കരിയണു. നിങ്ങൾക്കാണെങ്കിൽ ഒരു കുന്തും ഉണ്ടാക്കാനും അറിയില്ല. അയ്യോ, ഞാനും എവിടെ പോയി കിടക്കുക? നിങ്ങളൊരു കാര്യം ചെയ്, വേഗം അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി അവള് കൈയോടെ കൂട്ടിയിട്ട് വരി.
എനിക്ക് വിശന്നിട്ട് വയ്യ പോ, അതിലേറെ തലവേദനയും. നിങ്ങൾ എണിച്ച് വേഗം പോകാൻ നോക്കി. ഓ ഇപ്പൊ മനുഷ്യ ജാനിന്റെ വയ എന്താണ്? ഞാൻ ചെന്ന് നോക്കാം, പക്ഷെ അവിടെ വരുന്ന ഓരോ ഉറപ്പുമില്ല. ഓ ആ മനുഷ്യനാണെങ്കിൽ അതിലേറെ എല്ലാവരും ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യണ്. ഇത് വീട്ടിൽ വരുന്ന ജോലിക്കാരനെയാ. ആമോ എങ്ങനെയുള്ളൊന്ന് വന്നാ മതി. ആ കൃഷ്ണേട്ടാ, ഞങ്ങൾ ഹോട്ടലിൽ പണിയെടുക്കുന്ന ആര് ഹിന്ദിക്കാരനെടുത്തെങ്കിലും ഒരു 10-500 വാങ്ങിയിട്ട് വരി. മോളിങ്ങനെ വലിക്കുന്നു ശ്വാസം മുട്ടിയിട്ട്. എനിക്ക് കാണാൻ വയ്യ. ഇല്ല, അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ആരോടാ ചോദിക്കാം? ഞാനിപ്പോ 2-3 വഴിക്കാരോട് ചോദിച്ചു, ആരുടെ അടുത്തും ഇല്ലാത്രേ. മഴയായ കാരണം അവൾക്ക് ഇത്രയും അസുഖം കൂടിയത്. ഇനിയിപ്പോ എന്താ ചെയ്യാ ഞാൻ? ദൈവമേ. എന്താ ജാനു, എന്താ കരയുന്നു? പൈസ വേണം എനിക്ക്. ആ ഏട്ടാ, അല്ല മോൾക്ക് ഇന്നലെ ഇത്തിരി സുഖമില്ലാണ്ടായിപ്പോയി. അത് കിടക്കുക. അത് ഇവന്റെ അച്ഛന് പണിക്ക് പോണ ഹോട്ടലിൽ പണിയില്ല. അപ്പൊ പേടിയെ പൂട്ടിയിട്ടിരിക്ക, മഴയായിട്ട്. അതിനുള്ളിലേക്ക് വെള്ളമൊക്കെ കയറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട്, പണിയെടുക്കുന്നവര്. അവരുടെ അടുത്ത് 500 രൂപ ചോദിക്കാൻ പറഞ്ഞതാ. അപ്പൊ അവരുടെ അടുത്ത് ഇല്ല എന്നാ പറഞ്ഞത്. ഇവിടെ പോയിട്ട് ഒരു മാറ്റമില്ല. ഒന്ന് വേറെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ഞാൻ അതൊന്നും അറിയുന്നില്ലേ. വണ്ടിക്ക് പറയാനും പനിയാ. നിന്നെ വിളിക്കാൻ വേണ്ടി അയച്ചു കൊടുത്താ. അപ്പഴേ കാണുന്നത്. ഞാൻ പൈസ കൊണ്ടുവരാ. അയ്യോ, ചേച്ചിക്ക് പറയലും പനിയാ? ഇനിയിപ്പോ ഏട്ടനാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാനും അറിയില്ലല്ലോ. ഏട്ടാ ഞാനിപ്പോ വരാം. ഞാൻ വന്ന് ചേച്ചിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാം, കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. മോളെ, ഞാൻ പണിക്ക് വന്ന വീട്ടിലെ ആ ചേച്ചിക്ക് വിറയിലും പനിയും വന്ന് കിടക്കണത്രേ. അന്ന് അമ്മയൊന്ന് പോയിട്ട് ചേച്ചി കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് വരട്ടെ. മോള് കുറച്ചു നേരം കിടക്കുവോ? ആ ശരി എന്നാ. ഏട്ടൻ പോയിക്കോളൂ, ഞാൻ വരാം. ഇപ്പൊ ചേച്ചിക്ക് ചായ ഉണ്ടാക്കി കഞ്ഞിയും വെച്ചു കൊടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. എന്റെ അമ്മോ, ജാനുനൊന്ന് വന്നൂടെ രാവിലെ തന്നെ? അവൾ എന്ത് കളിയാ കളിക്കും ദൈവമേ. ഓ ആ നിങ്ങള് വന്നോ? എവിടെ അവളെവിടെ? ജാനു എവിടെ? നീ മിണ്ടി പോകാതെ. അവളുടെ മോൾക്ക് പിന്നെ സുഖമില്ല. അവന് കടം വാങ്ങാൻ വേണ്ടി ഭർത്താവിനൊക്കെ അയച്ചിരിക്കുക. അതിനെന്താ? അവളുടെ മോൾക്ക് പെട്ടെന്ന് എന്നെ പോലെ തലവേദനയും പനിയും വന്നൊന്നുമല്ലോ. അത് കുറെ കാലമല്ലേ സൂലണ്ടിരിക്കുന്നു. അവൾക്ക് അറിയില്ലേ ആശുപത്രി കൊണ്ടുപോകണം, പൈസ കയ്യിൽ വേണം എന്നൊക്കെ. അതിന് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും പറയണ്ട, ഞാൻ അവൾക്ക് കുറച്ച് പൈസ കൊടുക്കട്ടെ. പൈസ എടുത്തതാ. പൈസ കൊടുക്കേ? അവൾക്ക് പണിയെടുക്കാനും വരാണ്ട്. ഇയാൾക്ക് എന്താ പ്രാന്തുണ്ടോ? അവളുടെ മോൾക്ക് സുഖമില്ല പറഞ്ഞ നമ്മളാണ് നോക്കുന്നത്. ആ ചേച്ചി പനിയല്ലേ? ഏട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ചേച്ചിക്ക് ഇത്രയും വയ്യാകെ അറിയില്ലായിരുന്നു. എന്നിട്ട് കഞ്ഞിയും ചായയും ഉണ്ടാക്കി തന്നിട്ട് പോകുമായിരുന്നു. ഞാൻ ഉള്ള ചായ വേഗം വെച്ച് കൊണ്ടുതരാം. ജാനു, നീ എവിടേക്കാ ഓടുന്നു? ചായ ഉണ്ടാക്കണം. ഈ ചായ ഉണ്ടാക്കണം. നീ പോകുമ്പോ എന്നാ പൈസ? വേണ്ട ഏട്ടാ, ചേച്ചിക്ക് ഞാനുള്ള ചായയും വെച്ച് കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ട് പോകാം. കണ്ടടി, ഇതാണ് മനുഷ്യത്തിന്. നീ കുറച്ച് പൈസ ഇല്ലോട്ട് അഹങ്കാരം കാണിച്ചാൽ നിന്നെ ഒരാളും വില വെക്കില്ലേ. ചേച്ചി ഇതാ ചായ, എടുത്ത് കുടിച്ചോളെ. പിന്നെ ഏട്ടാ ഞാൻ പോകട്ടെ, കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 4 വിസിൽ വരണം. പിന്നെ ഫ്രിഡ്ജിൽ അച്ചാറുണ്ട്. ആയത് ചേച്ചി കഞ്ഞി കൊടുക്കണേ. ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് ഞാൻ പൈസ ഇതിൽ 10,000 ഉണ്ട്. നീ മോളിനെയും കൊണ്ടേ ആശുപത്രിയിൽ പോ. എന്നിട്ട് ബാക്കി പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങി. ഈ 2 ദിവസം ലീവ് എടുത്തോ. അയ്യോ 10,000ഓ? എനിക്ക് ഇത്രയും പൈസ ഒന്നും വേണ്ടായിരുന്നു. ഒരു 1000ഓ 2000 കിട്ടിയാ മതി. ഈ പൈസ വയ്ക്കാതെ. അയ്യോ
ഞാൻ മോളെ ആശുപത്രിയിലും കൊണ്ടുപോയി ഇത്തിരി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി ബാക്കി പൈസ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാം. എൻ്റെ കയ്യിൽ വെച്ചങ്ങ് ചെലവായി പോകും. ശരി എന്നാ ഞാൻ പോകട്ടെ. ചേച്ചി കഞ്ഞി കുടിക്കട്ടോ, പനി ശ്രദ്ധിക്കണേ കേട്ടോ. ശരി എന്നാ. ജാനു ഒന്ന് ഇങ്ങോട്ട് വാ. എന്ത് ചേച്ചി? ഇന്നലെ നീ പോയതും തന്നെ എനിക്ക് നല്ല തലവേദനയും പനിയും വന്നു. അപ്പോഴാ ഞാൻ ഈ സുഖമില്ലാത്തവരുടെ വില എന്താന്ന് മനസ്സിലാക്കിയത്. പിന്നെ ജാനു, ഞാൻ നിന്നെ എത്ര വഴക്ക് പറഞ്ഞല്ലേ, എന്നോട് ക്ഷമിക്കട്ടോ. നിന്റെ മോൾക്ക് ഇത്രയും സുഖമില്ലാത്തവിടെ അത് വിട്ട് നീ ഇവിടെ വന്ന് ഇവിടുത്തെ പണികളെല്ലാം ചെയ്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതും കേട്ടിട്ട് നീ പണിയെടുക്കുന്ന നിന്റെ മനസ്സുണ്ടല്ലോ. എൻ്റെ ജാനു, നിന്നെ ഞാൻ തൊഴുതുന്നു. പിന്നെ ഈ പൈസ ഒന്നും ബാക്കി നീ കൊണ്ടുവരണ്ട. നീ പൈസ എടുത്തു അവിടെ തന്നെ വെച്ചോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ പല ആവശ്യങ്ങളും ഉണ്ടാവും. എന്നോട് ക്ഷമിക്കട്ടോ ജാനു. സാരില്ല ചേച്ചി, ചേച്ചി സോറി ഒന്നും പറയണ്ട. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടാൾക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അതാ എന്തൊക്കെ ചേച്ചി എന്നെ പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ പണിക്ക് വരുന്നത്. എന്തായാലും ഞങ്ങൾ പണിക്കാരല്ലേ, ഞങ്ങൾക്ക് പണിയെടുത്താലല്ലേ കൂലിയുള്ളൂ. ഇത്രയും പൈസ തന്നു തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ശരി ചേച്ചി, ശരിയാണ്. നീ വയ്ക്കാം. ഇപ്പോഴൊക്കെ നീ മനസ്സിലാക്കിയല്ലോ. ഇനി ഞങ്ങൾ എല്ലാവരും ഒരേ മെടുക്കാണ് കേട്ടോ. ഓർക്കുക, ജോലി ചെയ്യുന്ന കൈകളെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണരുത്. അവർ വെറും ജോലിക്കാർ മാത്രമല്ല, സ്വപ്നങ്ങൾക്കും കണ്ണീരിനും ഉത്തരവാദിത്തങ്ങൾക്കും വേണ്ടി പോരാടുന്ന മനുഷ്യരാണ്.